Welcome to NCERT +1 +2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനമാറ്റിക്സ് ആണ് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ആ റൊട്ടേഷൻ മോഷൻ എങ്ങനെയാണ് അതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം നമ്മൾ കണ്ടു. പക്ഷെ അതിൻ്റെ ഏത് ഫോഴ്സസ് ആണ് ഇൻവോൾവ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പം ഇപ്പം നമ്മൾ ആ ഫോഴ്സും കൂടി അതിനനുബന്ധമായ അതിന് കാരണമായ മോഷൻ കാരണമായ ഫോഴ്സിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള സ്റ്റഡിയാണ് ഡൈനാമിക്സ്. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിൽ ബി കൺസിഡറിംഗ് ദിസ് സെക്ഷൻ ദാറ്റ് ഈസ് 7.12 Dynamics of Rotational Motion about a fixed axis. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൈനമാറ്റിക്സ് ആണ് പറഞ്ഞത്. ജസ്റ്റ് മോഷനെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ ഫോഴ്സസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഒരു ടേബിൾ നോക്കുക. ഒരു ട്രാൻസ്ലേഷനെയും റൊട്ടേഷണൽ മോഷനെയും കമ്പാരിസൺ ആണ് നമ്മൾ കണ്ടത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി കൈനമാറ്റിക്സ് ഒക്കെ കമ്പയർ ചെയ്തിരുന്നു. ഓക്കെ, സോ ഈ എന്താണ് ഈ ലീനിയർ മോഷനിൽ മാസ് എന്ത് റോളാണോ പ്ലേ ചെയ്യുന്നത് അത് റൊട്ടേഷണൽ മോഷനിൽ ആ റോള് പ്ലേ ചെയ്യുന്ന ആളാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതുപോലെ തന്നെ ടോ എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് റോളാണോ ലീനിയർ മോഷൻ ചെയ്യുന്നത് അത് റൊട്ടേഷണൽ മോഷൻ ചെയ്യുന്ന ആളാണ് ടോ. ഓക്കെ, അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലീനിയർ മോഷനിൽ എക്സ്, ഇവിടെ നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുക തീറ്റ. വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, ദാറ്റ് ഇസ് dx/dt. സോ ഇവിടെ പറയുന്ന ആംഗുലർ വെലോസിറ്റി, അത് ഈ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആക്സിലറേഷൻ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. സോ ഇവിടെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഇസ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. സോ ഇതിപ്പോ നമ്മൾ പറഞ്ഞ മാസ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ ഇറ്റ് ഇസ് I, ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോ. സോ ഫോഴ്സ് ഇസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇവിടെ കറസ്പോണ്ടിങ് മാസിന് പകരം I, ആക്സിലറേഷന് പകരം ആൽഫ. ആൻഡ് ഇഫ് യു സി വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, F.ds. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും, ഫോഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ടോ വരും, ഡിഎസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡി തീറ്റ വരും. ഓക്കെ, സോ കൈനറ്റിക് എനർജി mv²/2. സോ ഇവിടെ വരുമ്പോൾ റൊട്ടേഷൻ വരുമ്പോൾ എമ്മിന് പകരമായി വിക്ക് പകരം ഒമേഗ, സോ ω²/2. സോ പവർ എന്ന് പറയുന്നത് FV ആണ്. സോ ആംഗുലർ റൊട്ടേഷൻ മോഷനിൽ എഫിന് പകരം ടൗ, വിക്ക് പകരം ഒമേഗ. ഇനി ലീനിയർ മൊമെന്റം ഈസ് ഈക്വൽ ടു mv. സോ ഇവിടെ വരുമ്പോൾ ദാറ്റ് ഇസ് ആംഗുലർ മൊമെന്റം ഡിനോട്ടഡ് ബൈ L, എമ്മിന് പകരം I, വിക്ക് പകരം ഒമേഗ. അപ്പം ഈ ഒരു കറസ്പോണ്ടൻസ് ദാറ്റ് മീൻസ് എം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആകുന്നു, അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് ടോ ആകുന്നു. ഇങ്ങനത്തെ ഈ കറസ്പോണ്ടൻസ് നമ്മൾ കുറച്ച് ഡൈനാമിക്കൽ കൺസിഡറേഷൻ വെച്ചിട്ടാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, റൊട്ടേഷണൽ മോഷൻ about a fixed axis ആണ് പറയുക. റൊട്ടേഷണൽ മോഷൻ about a fixed axis. ഒരു ഫിക്സഡ് ആക്സിസിന് ചുറ്റുമുള്ള റൊട്ടേഷൻ, ആ റൊട്ടേഷൻ മോഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കാം. അതായത് നമ്മൾ എന്താണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ ആക്സിസ് ഫിക്സ്ഡ് ആണ്. സോ നമ്മൾ ടോ കൺസിഡർ ചെയ്യുമ്പോൾ ടോ ഇസ് ദ കാരണക്കാരൻ ഓഫ് ദാറ്റ് റൊട്ടേഷൻ, റൈറ്റ്? സോ ഈ ടോ എന്ന് പറയുന്ന ആ ഫോഴ്സ്, റൊട്ടേഷൻ മോഷൻ കാരണമാകുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ടോ എന്ന് പറഞ്ഞൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈ ഫിക്സഡ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള അതേ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബോഡി ആ ആക്സിസിലേക്ക് ചുറ്റാൻ കാരണക്കാരനായിരിക്കുന്ന കമ്പോണൻസ് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇപ്പം അതുകൊണ്ട് തന്നെ ടോ ഷുഡ് ബി അലോങ് ദിസ് ഫിക്സ്ഡ് ആക്സിസ്. ഇപ്പൊ ഇതാണ് ആ ആക്സിസ് എങ്കിൽ ടോവും ഈ ഡയറക്ഷൻ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഓഫ് ടോയ്ക്ക് തന്നെ പല കമ്പോണന്റ് ഉണ്ടാവുമല്ലോ. അപ്പം
ഏതെങ്കിലും കമ്പോണന്റ് ഇത് ടോ ഷുഡ് ബി പാരലൽ ടു ദ ആക്സിസ്, അല്ലാതെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ടോയുടെ കമ്പോണന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ആക്സിസിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യാതെ ബോഡിയെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കമ്പോണന്റ് ആയിരിക്കും അത്. അതുകൊണ്ടാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എല്ലാ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് ടോക്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ഔട്ട് ചെയ്യും, അത് കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു അസംഷനിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഓഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അത് ആദ്യമേ അറിയാം. നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടുള്ള മോഷന്റെ സ്റ്റഡിയാണ്. ഓക്കെ, കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി. അപ്പം നമ്മളിവിടെ നമ്മുടെ കാരണക്കാരൻ എന്ന് പറഞ്ഞ ഫോഴ്സ് ടോ ആണ്. അപ്പം ഈ ടോയിൽ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ടോ, അപ്പം ഈ ഒരു കാര്യം ഫിക്സ്ഡ് ആക്സിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോ എടുക്കുമ്പോൾ ടോയിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ് അല്ലെങ്കിൽ ഈ ടോ എന്ന് പറയുന്നത് എപ്പോഴും ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ഈ ടോ എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സാധനമാണ് ആ റേഡിയസിന്. അപ്പം ഒരു പാർട്ടിക്കിളിന്റെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുന്ന ആ പാർട്ടിക്കിളിന്റെ റേഡിയസും ആ ഫോഴ്സും, അതിന് ആ പാർട്ടിക്കിളിന് കൊടുക്കുന്ന ഫോഴ്സും. അപ്പം ടോ എന്ന് പറയുന്നത് ബേസിക്കലി ആർ ക്രോസ് എഫ് ആണ്. അപ്പം ആറും എഫും അടങ്ങിയിരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഒബ്വിയസ്ലി ടോ. അതാണ് ഈ ഒരു എക്സ്പ്രഷൻ തന്നെ നമ്മൾ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചപ്പോൾ കണ്ടു. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ഈ ആക്സിസ് നിൽക്കുന്നത് ഈ ആറും എഫും അടങ്ങിയിരിക്കുന്ന പ്ലെയിനിലായിരിക്കും. അപ്പം ആ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതും ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഏത് ഫോഴ്സാണോ അത് പാരലായിട്ട് ആക്സിസിന് വരുന്നത്, ദാറ്റ് മീൻസ് ടോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, ടോ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിട്ട് വരുന്നതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് കമ്പോണൻസ് ഓഫ് ടോ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അത് നമ്മളൊരു കൺസിഡറേഷൻ ആണ്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷൻ വെക്ടേഴ്സിന്റെ കമ്പോണൻസ് അത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, ബിക്കോസ് ഏതെങ്കിലും കമ്പോണന്റ് ഓഫ് പൊസിഷൻ വെക്ടർ അത് along the axis ആണെങ്കിൽ ടോ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. അത് നമ്മൾ എടുക്കത്തില്ല. അത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ടോവും ആറും പെർപെൻഡിക്കുലർ ആണെന്നുള്ളത് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി എന്താണ്? ടോവും ആറും പെർപെൻഡിക്കുലർ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അസംഷൻ ഇവിടെ എഴുതാൻ പറ്റുന്നത് ഈ സൈഡ് എഴുതാം. അത് കമ്പോണന്റ് ഓഫ് പൊസിഷൻ വെക്ടേഴ്സ് which are perpendicular to the axis. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് അസംഷനും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വെക്ടർ അഡീഷൻ ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഇതിന്റെ സെക്ഷനായ വർക്ക് ഡൺ ബൈ ടോർക്ക്. ഈ ഒരു സെക്ഷൻ നോക്കാം, വർക്ക് ഡൺ ബൈ ടോർക്ക്. അത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇപ്പം നമ്മൾ നേരത്തെ തന്നെ കണ്ട ഒരു ഫിഗർ ആണ്. അത് ഇവിടുത്തെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ Z ആണ്, പാർട്ടിക്കിൾ P, അതിന്റെ ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിന്റെ തന്നെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മുടെ അടുത്ത പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് 7.34. അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ, അതായത് ഒരു പ്ലെയിനിലുള്ള വ്യൂ മാത്രം. ആക്സിസ് എന്ന് പറയുന്നത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്, നേരത്തെ കണ്ട പോലെ. ഓക്കെ, അത് അങ്ങനെയാണ്. അപ്പൊ ഇത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന വർക്ക് ഡൺ ബൈ ടോർക്ക് എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. സോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആക്സിസിന് എന്താണ്, അതായത് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ Z ആണ്. ഓക്കെ,
this lies in xy plane. The particle lie in xy plane ആണ്. Z ആണ് axis of rotation. So ഈ xy പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ F1 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫോഴ്സ് ആണ്. ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന F1 എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫോഴ്സ് ആണ്. ആ F1 എന്ന് പറയുന്ന ആക്ട് ചെയ്യുന്ന P1 എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. ആ P1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F1. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് പെർപെൻഡിക്കുലർ ടു ദ it should be perpendicular to the axis of rotation. Okay, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്ലെയിൻ, അതായത് നമ്മുടെ ഫോഴ്സും പൊസിഷൻ വെക്ടറും ഉള്ള ആ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ XY പ്ലെയിൻ, എക്സ് പ്രൈം വൈ പ്രൈം പ്ലെയിൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇവിടെയുള്ള ഈ പാർട്ടിക്കിൾ P1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഒരു എന്താണ്, നമ്മൾ റൊട്ടേഷൻ മോഷൻ ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. സോ അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെന്ററിൽ നിന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനുള്ളതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പം R1, ഓക്കെ, ഈ P1 ഒരു സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യാണ്. P1 ഇങ്ങനെ P1 പ്രൈമിലേക്ക്, ഇതാണ് P1 പ്രൈം, ഇവിടേക്ക് ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ സെന്റർ C ആക്കിക്കൊണ്ട് റേഡിയസ് R1 ആയിട്ട് അത് മൂവ് ചെയ്യാണ്. ഓക്കെ, സോ ആ കേസിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം P1 എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ഇതെന്ന് പറയുന്നതാണ് R1. ദിസ് ഇസ് ദ റേഡിയസ്. ഓക്കെ, അപ്പം ഒരു ഡെൽറ്റ T എന്ന് പറയുന്ന ഒരു ടൈം കടന്നു പോയപ്പോൾ ഈ P1 എന്ന് പറയുന്ന പോയിന്റ്, ഈ P1 ഇവിടെയാണ്, അത് സർക്കുലർ പാത്തിലേക്ക് P1 പ്രൈമിലേക്ക് മാറി. ഡെൽറ്റ T എന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞപ്പോൾ P1 പ്രൈം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മാറി. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഈ വന്നിരിക്കുന്ന അത്രയും കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണെന്നത് എന്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് DS1 എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് DS1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുകളിൽ കാണുന്നതാണ്. ആംഗിൾ ഇസ് ഈക്വൽ ടു R ബൈ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ. സോ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? d theta, that is the angular displacement. So d theta എന്ന് പറയുന്നതാണ് ആർക്കാണ് ഇത് കൊടുത്തിരിക്കുന്ന ഈ ഡിസ്പ്ലേസ്മെന്റ്, that is ds1 divided by radius. Radius means r1. So ഇതിന്റെ അകത്ത് നമുക്ക് ds1നെ ക്രോസ് മൾട്ടിപ്ലൈ എഴുതാൻ പറ്റും. ds1 is r1 d theta. ഓക്കെ, ആൻഡ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പിക്ക് ടാൻജൻഷ്യൽ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ പിക്ക് ടാൻജൻഷ്യൽ ആണ്. ഷോൺ ഹിയർ. ഓക്കെ, പിക്ക് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ. ആൻഡ് യു സി d theta എന്ന് പറയുന്നത്, d theta is this angle, that is angle between P1 C P1 prime. അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് d theta. d theta is angle P1 C P1 prime. ഓക്കെ, അപ്പം വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഇനി എഴുതാൻ പറ്റും. ഓക്കെ, ആ ഫോഴ്സ് ആ പാർട്ടിക്കിളിന് ചെയ്ത ആ വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ P1 അതെന്ന് പറയുന്നത് എന്താണ്? F dot ds. So let us denote it by dw1 എന്ന് കൊടുക്കാം. P1 എന്നുള്ള പാർട്ടിക്കിൾ. സോ ദാറ്റ് ഈസ് ഫോഴ്സ് is F1 dot displacement, that is ds1. സോ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, പിന്നെ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് ds1. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം ഡോട്ട് പ്രോഡക്റ്റിന്. സോ F1ഉം ഈ ds1ഉം തമ്മിലുള്ള ആംഗിൾ, F1 എന്ന് പറയുന്നത് ഇതാണ്, ഇനി ds1 എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഇടയിലുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? Φ1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് F1 ds1 cos Φ1. ഓക്കെ,
ആൻഡ് നിങ്ങൾ ഈ പടം നോക്കുകയാണെങ്കിൽ φ1 എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ F1 and tangent at P1. Tangent at P1 or നമ്മൾ DS1 tangent at P1. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ DS1 ഡയറക്ഷൻ ടാൻജന്റ് അറ്റ് P1 ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് DS1. DS1 ഡയറക്ഷൻ തരുന്നത് ഈ ടാൻജന്റ് അറ്റ് P1 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേറൊരു ആംഗിളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ α1. അതെന്ന് പറയുന്നത് ഈ F1ഉം നോക്കുക R1നെ ഇങ്ങോട്ട് നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആംഗിൾ. ദാറ്റ് മീൻസ് R1 പൊസിഷൻ വെക്ടറും F1ഉം തമ്മിലുള്ള ആംഗിളാണ് α1 എന്ന് പറയുന്നത്. α1 ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് നമ്മുടെ റേഡിയസ് വെക്ടറായ P1ന്റെയും തമ്മിലുള്ള ആംഗിളാണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യം നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ടാൻജന്റും റേഡിയസ് വെക്ടറും നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ തന്നെ ടാൻജന്റും ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഈ P1 ഇപ്പൊ കണ്ടു. ഇതും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ടോട്ടൽ വിൽ ബി 90 ഡിഗ്രി എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള രണ്ടാൾക്കാരാണ് ഒന്ന് φ1ഉം α1ഉം കൂടിയാണ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് φ1ഉം α1ഉം കൂടിയാണ് 90 ഡിഗ്രി. സോ നമുക്ക് ഈ φ1നെ 90 മൈനസ് α1 എന്ന് എഴുതാം. സോ അതുപോലെ ഞാൻ എഴുതാം F1 DS1 cos ഓഫ് 90 മൈനസ് α1. ഓക്കെ, cos ഓഫ് 90 മൈനസ് α1 ഇപ്പുറത്തേക്ക് എഴുതാം. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം എങ്ങനെയാണ് എഴുതിയത്? TW1 ഈസ് F1 DS1 DS1 cos ഓഫ് 90 മൈനസ് α1. അപ്പൊ ഇത് നിങ്ങൾ അറിയണം. അത് cos ഓഫ് 90 മൈനസ് എക്സ് എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആണെങ്കിൽ അതിവിടെ ഒരു ചെറിയ റൂൾ ഉണ്ട്. ഇവിടെ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ASTC എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇവിടെ എല്ലാം സൈനും കോസും ടാനും എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ മാത്രം പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് ടേംസ് പോസിറ്റീവ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞിട്ട് മതി. സോ 90 മൈനസ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് 90 മൈനസ് അല്ലെ പ്ലസ് എന്നൊക്കെ വരികയാണെങ്കിൽ ഈ കോസ് എന്നുള്ളത് സൈൻ ആവും. ഇനി സൈൻ ആവുമ്പോൾ 90 മൈനസ് എന്ന് പറയുന്നത് എന്താണ്? 90 എന്ന് പറയുന്നത് ഇത് 0 ഡിഗ്രി, ഇതാണ് 90 ഡിഗ്രി അല്ലേ? 0ന് ഇത്രയും വന്നാലേ 90 ഡിഗ്രി ആണ്. അപ്പൊ 90 മൈനസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് സൈന് പോസിറ്റീവ് ആയിരിക്കും. സൈൻ എക്സ് അത് പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ എഴുതാണ്. സോ F1 DS1 cos 90 minus α1 will become sin α1. Okay. And DS1 നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. DS1 എന്താണ് നമ്മൾ ഇവിടെ കണ്ടിരുന്നു? R1 d theta. അപ്പൊ നമുക്ക് അതിന് പകരം R1 d theta കൊടുക്കാം. F1 R1 d theta sin α1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അപ്പൊ നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഇനി ടോ ഡ്യൂ ടു F1 അബൌട്ട് ദ ഒറിജിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടോ ഡ്യൂ ടു F1 അബൌട്ട് ദ ഒറിജിൻ. സോ അതിനു വേണ്ടി നമുക്ക് ഒറിജിനിൽ നിന്നാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ശരിക്കുള്ള പടം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, സോ യു ഹാവ് ടു റെഫർ ബാക്ക് ടു ദിസ് ഫിഗർ. അപ്പൊ ഇവിടെ നമുക്ക് ടോർക്ക് ഡ്യൂ ടു F1 നമ്മൾ ഒറിജിൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അബൌട്ട് ദ ഒറിജിൻ. ഓക്കെ, അബൌട്ട് ദ ഒറിജിൻ അതൊന്ന് നോക്കാം. അബൌട്ട് ദ ഒറിജിൻ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഗിവൺ ബൈ ടോ എന്ന് പറഞ്ഞാൽ R ക്രോസ് F. അപ്പം ഒറിജിനിൽ നിന്ന് R, അത് R ക്രോസ് F ആണല്ലോ. അപ്പൊ R എന്ന് പറഞ്ഞ ഒറിജിനിൽ നിന്ന് ആ പാർട്ടിക്കിൾ വരെയുള്ള പൊസിഷൻ വെക്ടർ.
ദാറ്റ് മീൻസ് അതെന്ന് പറയുന്നത് ഇവിടെ OP ആണ്. നമ്മൾ OP ക്രോസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ F1 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ OPയിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മളുടെ ട്രയാങ്കിൾ ലോ അനുസരിച്ച്, ഈ പടം നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേയും കണ്ടതാണ് അല്ലേ. ട്രയാങ്കിൾ ലോ അനുസരിച്ച് ഈ ആരോ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്, ഈ ആരോ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ ഈ ടെയിലിൽ നിന്ന് ഇതിന്റെ ഹെഡിലേക്ക് വരയ്ക്കുന്നതായിരിക്കും റിസൾട്ട്, വിച്ച് മീൻസ് OP ഈസ് ഈക്വൽ ടു OC പ്ലസ് CP. OC പ്ലസ് CP. പക്ഷെ ഇവിടെ നോക്കുക, ഈ OC എന്ന് പറയുന്നത് അലോങ് ദ ആക്സിസ് തന്നെയാണ്. നമ്മൾ അലോങ് ദ ആക്സിസ് ഉള്ള ടോ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ അലോങ് ദ ആക്സിസ് ഉള്ള ടോ എക്സ്ക്ലൂഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. Therefore, effective torque due to F1 എന്ന് പറയുന്നത് എന്താണ്? It will be only due to CP cross F1. കാര്യം OC എന്ന് പറയുന്നത് അലോങ് ദ ആക്സിസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വരിക, അതിന്റെ നമ്മുടെ ഡിസ്കഷനിൽ അതിനെ അവോയ്ഡ് ചെയ്തിരുന്നു. ഓക്കെ, സോ അല്ലെങ്കിൽ ആ ഡിസ്കഷൻ നമ്മൾ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലും പറയാം. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സൈൻ ആണ്. സോ ഈ OCയും, സോ ഹിയർ യു ക്യാൻ സി, നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എഴുതാം. ദാറ്റ് മീൻസ് OPക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, OC പ്ലസ് CP ക്രോസ് F1 എന്ന് എഴുതാം. ഓർ വിച്ച് ഈസ് നമുക്ക് സെപ്പറേറ്റ് എഴുതാം, OC ക്രോസ് F1 പ്ലസ് CP ക്രോസ് F1 എഴുതാം. അപ്പം വെക്ടർ പ്രോഡക്റ്റിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. ഇതിന്റെ അർത്ഥം OCയുടെ മാഗ്നിറ്റ്യൂഡിന്റെ F1ന്റെ മാഗ്നിറ്റ്യൂഡ് സൈൻ ഓഫ് OCയും F1ഉം. ഓക്കെ, അങ്ങനെ നമുക്കിത് സോറി അങ്ങനെ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. OC ക്രോസ് F1 അങ്ങനെ നമുക്കിതിനെ അതിന് നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയല്ല. സോറി, ഞാനിവിടെ പറഞ്ഞ തെറ്റാട്ടോ, അത് കൺസിഡർ ചെയ്യണ്ട, അത് തെറ്റാണ്, ഞങ്ങൾക്ക് പറഞ്ഞ തെറ്റാണ്. ജസ്റ്റ് ലീവ് ഇറ്റ്. നമ്മളല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷനിൽ എടുത്തിരുന്നത് ടോർക്ക് അലോങ് ദ ആക്സിസ് എന്ന് പറയുന്നത് പാരലൽ ടു ദ ആക്സിസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അതാണ് നമ്മൾ എടുത്ത ഒരു കൺസിഡറേഷൻ ആണ്, ഫിക്സഡ് ആക്സിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, OCയെ കൺസിഡർ ചെയ്യേണ്ട. Therefore, നമ്മുടെ ആ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് മാത്രമേ വരുന്നുള്ളൂ, CP ക്രോസ് F1 മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ഇതെന്ന് പറയുന്നത് ഈ ടോ എന്ന് പറയുന്നത് എന്താണ്, ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ അതേ ഡയറക്ഷനിലുമാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, CP എന്ന് പറയുന്നത് എന്താണ്, CP ഈസ് ഹിയർ ഇറ്റ് ഈസ് നമ്മുടെ CP ക്രോസ് F1 എന്ന് വന്നല്ലോ. സോ ഞാൻ ഇവിടെ എഴുതാം, ടോ ഇസ് ഈക്വൽ ടു CP ക്രോസ് F1 ആണ്. ഇനി നമുക്ക് നമ്മളുടെ ക്രോസ് സെക്ഷണൽ ഫിഗർ തന്നെ നോക്കാം. ക്രോസ് സെക്ഷൻ ഫിഗറിൽ CP എന്ന് പറയുന്നത് എന്താണ്, R1 ആണ്. R1, സോ R1 ക്രോസ് F1. R1 ക്രോസ് F1, so which is R1ന്റെ മാഗ്നിറ്റ്യൂഡ്, F1ന്റെ മാഗ്നിറ്റ്യൂഡ്, സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ R1 ആൻഡ് F1. സോ ഇവിടെ നോക്കാം, ഈ R1 ഇതാണ്, F1 ഇതാണ്. സോ ഇതിന്റെ ആംഗിൾ ആണ് α1. ഓക്കെ, സോ ഇതിന്റെ ആംഗിൾ α1 സൈൻ α1. സോ നോക്കിക്കേ, dW1 എന്ന് പറയുന്നത് എന്താണ്, dW1 is equal to F1 R1 d theta sin α1. പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് R1 sin α1 എന്ന് പറയുന്നത് 2 ആണ്. സോ R1 F1 sin α1 ഇത്രയും പറഞ്ഞ ടോ ആണ്. അപ്പൊ ബാക്കി പിന്നുള്ളത് ഈ d theta മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ടോ d theta എഴുതാം. ടോ 1 d theta. സോ ലെറ്റ് ഇറ്റ്, നമ്മൾ ഇത് ടോർക്ക് ഓൺ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ, ആ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ എടുത്തെങ്കിൽ നമ്മൾ 1 എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ടോർക്ക് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ ലെറ്റ് ഇറ്റ് ബി ടോ 1. ടോ 1 എന്ന് പറയുന്നത് നമുക്ക്
dw1 is equal to tau 1 d theta. ഇപ്പം ഒരുപാട് ഫോഴ്സസ് ആ ബോഡി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കൂടെയുള്ള വർക്ക് ഡൺ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് ആ ഒരു F1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ അല്ല, സോറി, F1 എന്ന് പറയുന്ന ഫോഴ്സ് കാരണം, ഓക്കെ, F1 എന്ന് പറയുന്ന ഫോഴ്സ് കാരണം ഉണ്ടായ ടോർക്കാണ് tau 1. ഇനി അതുപോലെ ഇഷ്ടംപോലെ ഫോഴ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഫോഴ്സ് F1 കാരണം ഉണ്ടാകുന്നത് tau 1, ഇനി F2 കാരണം ഉണ്ടാകുന്നത് tau 2, അങ്ങനെ അങ്ങനെ നമുക്ക് എല്ലാം കൂടി അത് സമ്മേഷൻ ചെയ്യണം. അത് അങ്ങനെ ഇപ്പം ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ, ഒരുപാട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ഡണ്ണിനെ നമുക്ക് dw എന്ന് ഡിനോട്ട് ചെയ്യാം, which will be the sum of tau 1 plus tau 2 plus up to plus എത്രയാണോ ഉള്ളത് അത്രയും ഫോഴ്സസ് ഇൻറ്റു d theta എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫോഴ്സസ് വിച്ച് ഇസ് ഗിവിംഗ് റൈസ് ടു ടോർക്ക് എന്ന് പറയുന്ന പല പല പാർട്ടിക്കിളിനായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കിൾസിനും സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ എല്ലാ ടോർക്കും നമ്മളുടെ ഈ ഫിക്സഡ് ആക്സിസിന്, നമ്മുടെ Z എന്ന് പറഞ്ഞ ഫിക്സഡ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എല്ലാ ടോർക്കും എടുത്തിരുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് ഈ എല്ലാ ടോർക്കിന്റെയും കൂടി സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി എന്ന് പറയുന്നതായിരിക്കും tau 1 plus tau 2 plus അങ്ങനെ. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പം നമ്മൾ കണ്ട എക്സ്പ്രഷൻ ആണ് dw is equal to tau d theta. This gives the ഇതെന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ബൈ ടോട്ടൽ external torque. Okay, total external torques which act on the body rotating about a fixed axis. Rotating about a fixed axis. Okay, നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് dt കൊണ്ട് ഡിവൈഡ് ചെയ്യാം. That means dw by dt. നമുക്കറിയാം ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ് പവർ. സോ ദിസ് ഇസ് പവർ. അപ്പൊ ഇതിനെ നമ്മൾ റൈറ്റ് സൈഡ് എന്താണ് tau d theta ആണ്, അതിനെ നമുക്ക് dt കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വിൽ കൺസിഡർ tau എന്ന് പറയുന്നത് നമ്മൾ പുറത്തെടുത്തുകൊണ്ട് d theta by dt എന്ന് കൊടുക്കുകയാണെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി tau omega. That means you get it as P is equal to tau omega. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പവർ, പവർ ഇൻ ദ റൊട്ടേഷണൽ മോഷൻ അബൌട്ട് ദ ഫിക്സഡ് ആക്സിസ്. ദിസ് ഇസ് ദ പവർ. ലീനിയർ മോഷനിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടതാണ് പവർ എന്ന് പറയുന്നത് FB അല്ലെ. അപ്പം നമ്മൾ ഒരു പെർഫെക്റ്റ് റിജിഡ് ബോഡിയിൽ ഇന്റേണൽ മോഷൻ ഒന്നും ഉണ്ടാവത്തില്ല. സോ ഈ എക്സ്റ്റേണൽ ടോർക്ക് കാരണം ഉണ്ടാകുന്ന ഈ പവർ ഒരിക്കലും ഡിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നില്ല, അത് ആ ബോഡിയുടെ കൈനറ്റിക് എനർജിയെ കൂട്ടും. അപ്പൊ ഇന്റേണൽ മോഷൻ ഒന്നുമില്ല, അതുകൊണ്ട് അത് ഡിസിപ്പേറ്റ് ചെയ്യത്തില്ല, കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഇത് കൂട്ടും. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ജസ്റ്റ് കണ്ട എക്സ്പ്രഷൻ എന്താണ്, the rate at which power means the rate at which work is done. Okay, rate at which work is done on the body, that is equal to power, and here power is given by tau omega. അപ്പം ഇതെന്താണ്, this will be increasing the kinetic energy of the body. അതുകൊണ്ട് തന്നെ rate at which kinetic energy increases ആയിട്ട് ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. റേറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് കൈനറ്റിക് എനർജിയുമായിട്ട് ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് കൈനറ്റിക് എനർജി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി നമുക്കറിയാം, ഇതാണ് ½ I omega square എന്നാണ് അതിന്റെ എക്സ്പ്രഷൻ. സോ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് കൈനറ്റിക് എനർജി മീൻസ് അതിനെ d by dt ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t എന്നാണ് അതിന്റെ d by dt ഓഫ് ½ I omega square. ഇവിടെ നമ്മളുടെ ഐയും അതുപോലെ 2ഉം ഹാഫും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. ദാറ്റ് മീൻസ് ½ I. പിന്നെ അടുത്തെടുക്കണം d by dt ഓഫ് omega square.
അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഡിഫറൻസിയേഷൻ ലെസൺസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഇപ്പം dx⁻n/dt ആണെങ്കിൽ അതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ n(x⁻n−1) then you put the differential അതേപടി. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ. സോ സിമിലർലി നമുക്ക് ഇവിടെ നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ½ d/dt of ω². ഇവിടെ നമ്മൾ ഒമേഗ എന്ന് പറയുന്നത് ω² ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ പവർ n എന്ന് പറയുന്നത് ഇവിടെ 2 ആയിട്ടാണ്. സോ ഇവിടെ 2 എഴുതുക. x⁻n−1 അതിന് പകരം ω⁻2−1 dx/dt അല്ലേ. അപ്പൊ ഇവിടെ അതുപോലെ എഴുതുമ്പോൾ dω/dt എന്ന് വരും. That means ½ I2 ω⁻2−1 is 1. So omega dω/dt. That means I omega dω/dt. See, ഈ ക്വാണ്ടിറ്റി എന്താണ്? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ which is denoted by alpha. ഓക്കെ, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് I ചേഞ്ച് ചെയ്യത്തില്ല. അത് I is related to mass of the body അല്ലെ. മാസ് ഓഫ് ദ ബോഡി ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല, ബോഡി റിജിഡ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വർക്ക് ഡണ്ണും റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് കൈനറ്റിക് എനർജിയും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യിപ്പിക്കാം. സോ അങ്ങനെ നമ്മളത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് tau omega is equal to I omega alpha. രണ്ടിടത്തും ഒമേഗ ഉണ്ട്, സോ അത് ക്യാൻസൽ ആവുകയും we will get it as tau is equal to I alpha. നമുക്ക് ഈ എക്സ്പ്രഷൻ പരിചിതമായിരിക്കും. ഇത് F is equal to ma എന്ന് പറയുന്ന പോലെ തന്നെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്ന പോലെ തന്നെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെയും കിട്ടി. എഫിന് പകരം tau, എമ്മിന് പകരം I, എക്ക് വരെ ആൽഫ. നമ്മളെന്താ ഫോഴ്സസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫോഴ്സസ് വെച്ച് ആ ഒരു എന്താണ് കറസ്പോണ്ടൻസ് ഇവിടെ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. സോ എഫ് ഈ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ tau ആണ് ഇവിടെ എന്ത് ഈ ഒരു ആംഗുലർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു tau ആണ്. ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് ആംഗുലർ ആക്സിലറേഷൻ ആണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്കുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇങ്ങനെ എഴുതാം, ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക് and is inversely proportional to moment of the body. See, ഈ ആൽഫയും ഐ ഒരേ സൈഡിലാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ദ ബോഡി. മൊമെന്റ് ഓഫ് ദ ബോഡിയുമായിട്ട് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആംഗുലർ ആക്സിലറേഷൻ is inversely proportional to 1/a. ഇത് രണ്ടും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, സോ ഈ നമ്മുടെ ഈ tau is equal to I ആൽഫ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണല്ലോ. അപ്പം ഇതും നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർ റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് എന്ന് പറയാം. റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സി, എക്സാമ്പിൾ 7.15 ആണിത്. എ കോഡ് ഓഫ് negligible mass is wound round the rim of a flywheel of mass 20 kg and radius 20 cm. ഒരു ഫ്ലൈവീൽ ആണ്, അതിന്റെ മാസ് 20 kg റേഡിയസ് 20 cm ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിമ്മില് ഒരു കോഡ് ചുറ്റിയിട്ടുണ്ട്. പടം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സി, അതിന്റെ ഈ റിമ്മില് ഒരു കോഡ് ചുറ്റിയിരിക്കുകയാണ്. A steady pull of 25 Newton is applied on the cord. എന്നിട്ട് ഒരു 25 Newton ഫോഴ്സ് കൊണ്ട് അതിനൊരു പുൾ അത്രയും ആ കോഡ് കൊണ്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, the flywheel is mounted on horizontal axis with frictionless bearings. Compute the angular acceleration of the wheel. നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് നോക്കാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ റിലേഷൻ എന്താണ്? tau is equal to I ആൽഫ. അപ്പൊ ഇതിന്റെ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. which implies alpha is equal to tau by I.
അപ്പോൾ നമുക്ക് ടോ കണ്ടുപിടിക്കണം. ടോ ഈസ് ആർ ക്രോസ് എഫ്. അപ്പം ആർ ഇതും എഫ് ഇതുമാണ്. സോ ആംഗിൾ ഈസ് 90 ഡിഗ്രി. ദാറ്റ് മീൻസ് യു ക്യാൻ ഫൈൻഡ് ആർ എഫ് അല്ലേ? ആർ എഫ്. സോ ഈ റേഡിയസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത്. 20 സെന്റിമീറ്റർ ഇൻറ്റു 25 ന്യൂട്ടൺ. എല്ലാം നമുക്ക് എസ് ഐ യൂണിറ്റിൽ കൺസിഡർ ചെയ്യണം. അപ്പം ഈ 20 സെന്റിമീറ്ററിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് ആവും. ദാറ്റ് മീൻസ് 0.2 മീറ്റർ. സോ 0.2 ഇൻറ്റു 25. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് 5 ന്യൂട്ടൺ. സോ നമുക്ക് ഇനി എന്താ വേണ്ട? ഐ വേണം. അപ്പം ഇതെന്താ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലൈ വീലിനെ നമ്മൾ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് നമ്മുടെ സർക്കുലർ ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് അറ്റ് ദ സെന്റർ, അതിൻ്റെ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എത്രയാണ്? mr²/20. Is considered as a circular disk with the axis of rotation perpendicular to the disk at the center. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 അല്ലേ? അപ്പം ഇതും mr²/2 ആയിട്ട് എടുത്താൽ മതി. സോ 20 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.2 the whole square divided by 2. Okay, that is, this will give you 0.4 kilogram meter square. So alpha is equal to 2 by I, that is 5 by 0.4, which is 12.5 second raised to minus 2 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Find the work done by the pull. Find the work done by the pull when 2 meter of the cord is unwound. 2 meter cord unwound ചെയ്യുമ്പോൾ work done എത്രയാണെന്നുള്ളതാണ്. അപ്പൊ സി വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 25 ന്യൂട്ടൺ ആണ്. ആ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ അൺവൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. സോ ഇൻറ്റു 2. ദാറ്റ് മീൻസ് ദിസ് ഇസ് 50 joules. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾസോ ദ കൈനറ്റിക് എനർജി ഓഫ് ദ വീൽ അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിലുള്ളതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. അസ്യൂം ദ വീൽ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. വീൽ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയും കൂടി കണ്ടുപിടിക്കാം. അപ്പം വീൽ ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ദ റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഈസ് 0. അപ്പൊ നമുക്ക് ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ഒമേഗ. ആൻഡ് നമുക്കറിയാം ഈ കൈനറ്റിക് എനർജി എത്ര കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജി ഗെയിൻഡ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ½ ആണ്. പക്ഷെ ഒമേഗ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം ഐ നമുക്കുണ്ട്, ഒമേഗ നമുക്ക് അറിയത്തില്ല. അപ്പൊ ആ ഒമേഗ കണ്ടുപിടിക്കാൻ we can use this kinematic equation. ω² is equal to ω02 plus 2a into angular displacement. So that is theta minus theta 0. Theta 0 ആയതുകൊണ്ട് this is ω02 by plus 2a theta. That is ω². ω0 അല്ല. So ω² is equal to 2a theta. Here theta എന്ന് പറഞ്ഞാൽ angular displacement ആണ്. Theta is the angular displacement. അപ്പൊ നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപോലെ ആംഗിൾ ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആർക്ക് ബൈ റേഡിയസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആർക്ക് എന്ന് പറയുന്നത് അൺവൗണ്ട് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് ഓഫ് അൺവൗണ്ട് സ്ട്രിങ് ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ wheel itself. Radius of wheel. So length of unwound string is 2 meter. Radius of the wheel 0.2 meter. So this will give you 10 rad. So ω² is 2a theta. So that is 2 into 2 alpha theta. Okay. Alpha I will tell you. This is alpha. Okay. Alpha and represent. So this is alpha. Okay. So alpha theta. So alpha we already conducitional 12.5 into theta 10. So this will become 250 rad per second square. Okay. Ini isokinetic energy means half I ω². So I എന്ന് പറയുന്നത് 0.4 ആണെന്ന് കിട്ടിയിരുന്നു. ഇൻറ്റു ω², that is 250. So ഇത് സോൾവ് ചെയ്യുമ്പോൾ 50 joules കിട്ടും.
നെക്സ്റ്റ് ചോദ്യം, കമ്പയർ ആൻസേഴ്സ് ടു പാർട്ട് ബി ആൻഡ് സി. പാർട്ട് ബി നോക്കുക. പാർട്ട് ബിയിൽ കിട്ടിയിരിക്കുന്ന ആൻസർ 50 ജൂൾ ആണ്. പാർട്ട് സിയിൽ കിട്ടിയിരിക്കുന്ന ആൻസറും 50 ജൂൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ. സോ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ? മീൻസ് നമ്മുടെ സെയിം ആണ് ഈ രണ്ട് ആൻസേഴ്സും. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി gained by the wheel എന്ന് പറയുന്നതും work done by the forceഉം നമുക്ക് സെയിം ആയിട്ട് കിട്ടി. work done by the forceഉം സെയിം ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് ഫ്രിക്ഷൻ കാരണമുള്ള എനർജി ലോസ് ഒന്നും അവിടെ ഇല്ല. നോ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കാരണമുള്ള എനർജി ലോസ്, ഫ്രിക്ഷൻ എനർജി ഡിസിപ്പേഷൻ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. നോ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, സോ ഇതാണ് നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.